5 വർഷങ്ങൾക്ക് മുൻപ് സൗദിയിലെ ജിദ്ദയിലേക്ക് പോയതാണ് മലപ്പുറം മഞ്ചേരി സ്വദേശി മുഹമ്മദ് മുസ്തഫ. 2011 ഡിസംബറിൽ താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഇദ്ദേഹം പോലീസിന്റെ പിടിയിലായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ജയിൽ മോചിതനായതായി കുടുംബത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ഇതുവരെ മടങ്ങി നാട്ടിലെത്തിയിട്ടില്ല. എംബസിയും മറ്റ് സംഘടനകളും മുസ്തഫയെ കൈയൊഴിഞ്ഞ സമയത്താണ് മുസ്തഫയെ അന്വേഷിച്ച് ഇദ്ദേഹത്തിന്റെ കുടുംബം പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. മുസ്തഫയെ തേടി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉപ്പയും മരുമകനുമാണ്. മുസ്തഫയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മുസ്തഫ പഠിച്ചുള്ള ആളാ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് വരെ പഠിച്ചു. മുസ്തഫക്ക് എന്തായിരുന്നു ഇവിടെ ജോലി? ഇവിടെ നാട്ടില് പോളിഷ് പെയിന്റിങ്ങിനൊക്കെ പോകും. പെയിന്റിങ്ങിനൊക്കെ പോകും. അവിടെ എന്തായിരുന്നു ജോലി? അവിടെ അതായിരുന്നു പറഞ്ഞേന്. ഈ 5 വർഷത്തിലടുത്ത് നാട്ടിൽ വന്നിട്ടൊന്നുമില്ല? ഇല്ല, വന്നിട്ടില്ല. അവിടെ സ്ഥിരമായിട്ട് ജോലി ഉണ്ടായിരുന്നു? ഈ ജോലി സംബന്ധമായിട്ട് വിസ സംബന്ധമായിട്ടാണോ പിടിച്ചത്? അത് ഇക്കാമലായിട്ടാണ് പിടിച്ചത്. ഏത് വിസക്കാ പോയത്? ഫ്രീ വിസക്കാ? അങ്ങനെ പറയുന്ന വിസക്കല്ല പോയത്? അല്ല, ഈ പോളിഷ് വർക്കിന്റെ വിസ. അവരുടെ സ്പോൺസറുടെ കൂടെ തന്നെയായിരുന്നു? അല്ല, മൂത്തച്ഛൻ തന്ന വിസ ആയിരുന്നു. ആ, മുത്തച്ഛൻ തന്നെ ഇയാളെ ഭാര്യന്റെ ഏട്ടത്തിന്റെ ഏട്ടത്തിന്റെ ഭർത്താവിന്റെ കൂടെ പോയത്. അവൻ 2 മാസം മുന്നേ അവിടെ എത്തി. 2 മാസം കഴിഞ്ഞേക്കിന് അവൻ മരിച്ചു. മൂപ്പര് പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഇവന്റെ കെഫീലും ആരാണെന്നൊന്നും ഇവനറിയില്ല. അങ്ങനെ അറിയാത്തതിൽ ഇങ്ങനെ നിന്നപ്പോ പിന്നെ കൂട്ടുവാനുമായിട്ട് റൂമിൽ വന്ന് അങ്ങനെ പുറത്തു പോയപ്പോ എന്തോ ഒരു ചതിയിൽ കുടുങ്ങിയാണ്ടാണ് പോലീസിന്റെ പിടിയിലായത്. പോലീസിന്റെ പിടിയിലായിട്ട് ജയിലിൽ പോയിട്ട് ആരെങ്കിലും കണ്ടവരുണ്ടോ? ആ, കണ്ടവരുണ്ട്. കണ്ടവരുണ്ട്. ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ 2 മാസം കൊണ്ട് വരുന്നൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ പറയാന്നല്ലാതെ. ഇതിപ്പോ എത്ര മാസമായി വിളിച്ചിട്ട്? 2 വർഷമായി തുടങ്ങി. പിടിച്ചിട്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇയാളെ പിടിച്ചിട്ട് എത്ര കാലമായി? 2011 പിടിച്ചത്. 2011 പിടിച്ചത്. 2012 വരെ വിളിച്ചിരുന്നു. ഇപ്പൊ വിളിക്കുന്നില്ല? ഇല്ല. ഇപ്പൊ അവിടുന്ന് കയറ്റി വിട്ടുന്ന അവര് പറയുന്നത്. ഇയാളെ എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ്? കുഴപ്പമില്ല. ഞങ്ങൾ ഇതുവരെ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഇതിൽ കഴിഞ്ഞായിരുന്നു. ഒന്ന് പോകോളും പോയിട്ടൊക്കെ നല്ല ഇതിൽ വിളിച്ചിരുന്നു. ജയിലിലായിട്ടും വിളിച്ചിരുന്നു. എനിക്ക് ജയിലിൽ നിന്ന് കയറ്റി വിട്ടതിന്റെ വല്ല രേഖയുണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്നതായിട്ടേ അറിയുള്ളൂ. അവര് കത്തയച്ചപ്പോ അതിന്റെ മറുപടിയിൽ വന്നോ? KMCC ആയിട്ട് അവര് ബന്ധപ്പെട്ടപ്പോ നമ്മളെ ചെക്കന്മാരുണ്ട്. എന്റെ പങ്ങളെ മോണ്ടാണ്. അങ്ങനെ ബന്ധപ്പെട്ടപ്പോ അവര് കയറ്റി വിട്ടതായിട്ടുള്ള റിസൾട്ടാണ് അങ്ങനെ കിട്ടിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കയറ്റി വിട്ടു എന്ന് പറയുമ്പോ എയർപോർട്ടിൽ രേഖ ഉണ്ടാവും? അല്ല, അതില്ല. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഏത് വിമാനത്തിൽ എവിടേക്കാണ് ഇയാളെ കയറ്റി വിട്ടത് എന്ന് രേഖ ഉണ്ടാവും. ബോംബെക്കാണോ, ഡൽഹിക്കാണോ, അല്ലെങ്കിൽ വേറെ പിന്നെ നെടുമ്പാശ്ശേരിക്കാണോ, അങ്ങനെ എവിടേക്കാണ്? ഇന്ത്യ എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. എവിടേക്കെങ്കിലും കയറ്റി വിട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും രേഖകളുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറ്റി വിട്ടു എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ജയിലിലുണ്ടായിരുന്ന ആളുകൾ ഇയാൾ പുറത്തു പോയി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഇയാളെ പുറത്തു കൊണ്ടുപോയി വിളിച്ചിരുന്ന ആൾക്ക് അങ്ങോട്ട് മിസ് കോൾ അടിച്ചപ്പോ അയാൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അയാൾ അവിടുന്ന് പോന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഏത് ജയിലിലാണെന്നൊന്നും അറിയില്ല. ഏത് ജയിലിൽ നിന്നാണെന്നൊന്നും അറിയില്ല. എംബസിയിൽ അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് ഇങ്ങനെയാണ്, അയാൾ പോകുന്നു തന്നെയാണ്. മുസ്തഫ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ. ഇപ്പോ എവിടെയാണ് എന്നുള്ളത് പറഞ്ഞോ? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു. എന്റെ കുട്ടിക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. എപ്പോഴും ചോദിക്കും എന്റെ കുട്ടി. എന്താ പറയണ? എങ്കിലും കണ്ടിച്ചു. ചെറിയ കുട്ടികളെ പോയതേനി വരും കേട്ടാ. പ്രവാസലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടും കൂടി ജിദ്ദയിലാണ് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ജയിലിലാക്കപ്പെടുന്നതും. ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ഇദ്ദേഹത്തെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണ ഒരു സാമാന്യ വിദ്യാഭ്യാസം, എഴുതാനും വായിക്കാനും മാത്രം അറിയുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ കൊണ്ടുപോയ ആള് മരണപ്പെട്ടു. ആരാണ് കഫീലെന്നോ എവിടെയാണ്
എക്കാമടിക്കേണ്ടതെന്നോ ഇദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ജോലി അന്വേഷിച്ചു പോയ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരിൽ പെടുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. എംബസി മുഹമ്മദ് മുസ്തഫയുടെ വിഷയം അന്വേഷിക്കണം. എംബസിയിൽ മുഹമ്മദ് മുസ്തഫയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം പ്രവാസലോകം പ്രവർത്തകർ നടത്തണം എന്നുള്ളതാണ്. ഈ കുടുംബത്തോട് ഞാൻ പറയുന്നത് എംബസിയിലേക്ക് കത്തയക്കാനാണ്. നിങ്ങളുടെ MP മുഖാന്തരം ഈ അഹമ്മദ് സാഹിബാണെന്ന് പറയണു അല്ലേ? ഈ അഹമ്മദ് സാഹിബ് അല്ലേ? ഈ അഹമ്മദ് സാഹിബ് മുഖാന്തരം നിങ്ങളൊരു കത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വിവരമില്ല അല്ലേ? ബഹുമാനായ അഹമ്മദ് സാഹിബ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ പാർലമെന്റിൽ ദീർഘകാലം കേരളത്തെ പ്രതിദാനം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാനുള്ള ചുമതല നമുക്കൊക്കെയുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഒരു മറുപടി കിട്ടും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അത് ജനാബ് അഹമ്മദ് സാഹിബ് പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരെ സമാധാനിപ്പിച്ച് അയക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ ബന്ധപ്പെടണം. മുഹമ്മദ് മുസ്തഫയെ കാണുന്ന ആരെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും കോർണറിലുണ്ടെങ്കിൽ പ്രവാസ ലോകം കൈരളിയിലേക്ക് നിങ്ങൾ വിളിക്കണം എന്നാണ് പറയാം. നിങ്ങളിപ്പോൾ മോളിപ്പോ കേട്ടാ, എന്തെങ്കിലും വഴിയുണ്ടാവും.